കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയത്തിനെതിരെ കേരള കർഷക സംഘത്തിന്റെ പഞ്ചദിന സത്യാഗ്രഹം കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും നമ്മളുടെ രമേശ് ചെന്നിത്തലയും തങ്ങളും പോയി ഒരു മേശക്ക് ചുറ്റുമിരുന്ന് ഒരു കല്യാണ വീട്ടിൽ നല്ലവണ്ണം ബിരിയാണി അടിച്ചപ്പോ പ്രശ്നം തീർന്നു. അപ്പൊ ഇതുവരെ ബിരിയാണി അടിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം തീരാതിരുന്നത്. എത്ര നാണം കെട്ടൊരു മന്ത്രിസഭയും പാർട്ടിയുമായി ഇത്. ഇവിടെ കോൺഗ്രസ് വലിയ പ്രഖ്യാപനം നടത്തിയല്ലോ. KPCC ചേർന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു 5ാം മന്ത്രിയും വേണ്ട, ഇപ്പോഴുള്ള മന്ത്രിമാര് മതി, ഇത് KPCC തീരുമാനം. ലീഗ് പറഞ്ഞു പോടാ KPCC നിന്റെ പാട്ടിന്, ഇവിടെ ലീഗ് തീരുമാനിക്കും. ഇവിടെ പിറവത്ത് നിന്ന് ജയിച്ചവർ മന്ത്രിയാകുന്നുണ്ടെങ്കിൽ 5ാം മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കും. എവിടെ എത്തി? KPCC നേതാക്കൾ പോയിട്ട് ലീഗിന്റെ തങ്ങളെ കെടുത്ത് കാൽക്കൽ വീട് മാപ്പ് പറഞ്ഞു നടക്കുന്നത്. നാണം കെട്ടൊരു പാർട്ടിയല്ലേ ഇത്? എന്താ ഇവിടെ നടന്നുകൊണ്ട് വർഗീയതയ്ക്ക് തീർച്ചത കൂട്ടുക, വർഗീയമായി മന്ത്രിമാര്, ജാതീയമായി വീതം വെക്കുക. ഈ കേരളം പോലെ ഉയർന്ന സാംസ്കാരിക പ്രബുദ്ധതയുള്ള ഒരു നാടിനെ ജാതിയുടെയും മതത്തിന്റെയും വിളനിലങ്ങളാക്കി മാറ്റി തമ്മിലടിപ്പിച്ച് ഛിന്ന ഭിന്നമാക്കി മതനിരപേക്ഷതയുടെ സംസ്കാരം കളഞ്ഞു കുളിച്ചില്ലേ കോൺഗ്രസ്? കോൺഗ്രസ് ഈ രാജ്യത്തിന് ഭാരമാണ്, വർഗീയത ഈ രാജ്യത്തിന് ബാധ്യതയാണ്. ഇത് രണ്ടും അവസാനിപ്പിക്കാനുള്ള കേരള ജനതയുടെ പോരാട്ടമാണ് ഉണ്ടാകേണ്ടത്.